അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മളിപ്പോൾ അതെ സെയിം സ്ഥലത്തു നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇപ്പോൾ പോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഫെറി ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 9 മണിക്കാണ് നമുക്ക് ഫെറി. അതെ, ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 ആവാനായി. അപ്പോൾ ഒരു 15 മിനിറ്റ് വോക്ക് ഉണ്ട്. നമ്മൾ ഇന്നലെ മറ്റേ ഐലൻഡ് ഹോപ്പിങ്ങിന് കയറിയ ഏകദേശം ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഇന്നും ഫെറി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്, കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫെറി എടുക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് അതെ 2 പഴം, ക്രോസ്സോണ്ട്, അതെ അല്ല പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ വാങ്ങി. മഫിൻ വാങ്ങി, ഡാർക്ക് ചോക്ലേറ്റ്. ഈ മഫിനൊക്കെ വളരെ ഇതാണ് കേട്ടോ. ഞാൻ അതെ നമ്മൾ എന്താ പറയുക, ട്രിപ്പ് വന്നാലും അധികമൊന്നും ചീറ്റ് ചെയ്യരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം ചീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കൊള്ളാം, ചീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ സേഫാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓൺ ബോർഡ് നമുക്ക് ഇതൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ അതൊക്കെ മേ ബി എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് അതെ 5 മണിക്കൂർ ട്രാവലാണ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം നമുക്ക്. അതെ, ഇവിടെ നല്ല അതെ ഇനി നമുക്ക് 5 മണിക്കൂർ യാത്രയുണ്ട്. വിൻഡോ സീറ്റ് കിട്ടിയില്ല. ആരെങ്കിലൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റിലേക്ക് മാറാൻ പറ്റും. ഇവിടെ എന്താ പറയുക, ബാത്റൂം ഉണ്ട്, പിന്നെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. 5 മണിക്കൂറുണ്ട്. കിടന്നുറങ്ങാം, എന്താണ് കഴിച്ചാൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ നീണ്ട 5.5 മണിക്കൂർ ഫെറി യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ അവസാനം ദുബ്രോണിക്കിലെത്തി. ദുബ്രോണിക്കിൽ ഇപ്പോൾ ഞങ്ങൾ എയർബിഎൻബിയിലോട്ട് എത്തി. ഇവിടുത്തെ എന്താ പറയുക, അൺലോക്കിംഗ് സിസ്റ്റമൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് താഴോട്ടേക്ക് ആക്കിയിട്ട് ഇതിൽ നമ്പർ ഇടണം. ഇതാണ് നമ്പർ ലോക്ക് സിസ്റ്റം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതിങ്ങനെ ആക്കിയതിന് ഈ നമ്പർ അടിക്കുക ഇതിൽ ഫസ്റ്റ്. എന്നിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കീ ഉണ്ടാവും. എന്നിട്ട് ഈ നമ്പർ മാറ്റി ഇത് ലോക്ക് ചെയ്താൽ ഇത് തുറക്കും. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഒരു ചെറിയ ഫ്രിഡ്ജ്, ഒരു കിച്ചൺ, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോൾവേ പ്ലസ് ബെഡ്, പിന്നെ ഇത് നമ്മുടെ ബാത്റൂം. കുഴപ്പമില്ല, ഒരു നൈസ് അടിപൊളി കോസി എയർബിഎൻബി ആണ്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്, ചെറിയ ബാൽക്കണി. ഇതേ നമ്മുടെ കുഞ്ഞു നിൽക്കണം. കുഞ്ഞു ദേ 3:45. നമ്മളിപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ വരുന്നത്. വിശന്ന് പോയി. എന്താണ് കുഞ്ഞെന്താണ് ഓർഡർ ചെയ്തത്? ഞാൻ ലസാന ബൊളോനീസും സുട്ടു, ഇവിടുത്തെ മറ്റേ അന്ന് നമ്മൾ കഴിച്ച ചെവാപ്പി, അതായത് മിൻസ്ഡ് മീറ്റും മറ്റേ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ബ്രെഡിൻ്റെ അകത്ത് വെച്ച് അതെ ഇങ്ങനെ മീറ്റ് വെച്ചിട്ട് കഴിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് ബീച്ചിൽ പോകാനാണ് പ്ലാന്. നോക്കാം. പോയി നീന്തി കളിക്കാൻ. അതെ,
ശരിക്കും നമ്മുടെ പ്ലാൻ ഓൾഡ് ടൗണിൽ പോകാനായിരുന്നു. പക്ഷേ സ്ഥിരം സ്ഥാനം തന്നെ ചെവാപ്പി ലസാന്യ. ഇന്നത്തെ ചീറ്റ് മീൽ തിരാമിസു. നല്ല ടേസ്റ്റ് കഴിച്ചു. അത് കുറേ നാൾ കഴിഞ്ഞ് മധുരം കഴിക്കുന്നോണ്ടിട്ടാണ്. അതെ, ഭയങ്കര ടേസ്റ്റ്. പക്ഷെ കാപ്പിയിലൊക്കെ മധുരം ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. ഞാനൊരു കഷ്ണം കഴിച്ചു കേട്ടോ. ഇത് തിരാമിസു ഒന്നുമല്ല, ഇത് ഏതോ കേക്കിന്റെ മേലെ കുറച്ച് കോഫി പൗഡർ തൂവിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതില് വെറും മധുരം മാത്രമേ ഉള്ളൂ. ഇതില് മധുരം മാത്രമേ ഉള്ളൂ. കൊള്ളൂല ഗൈസ്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ്. എന്താണ്? ബെൽവ്യൂ ബീച്ച് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ക്യാബിലാണ് ഇവിടെ വന്നിറങ്ങിയത്. കാരണം ഇവിടെ വേറൊരു കാര്യം, പബ്ലിക് ട്രാൻസ്പോർട്ട് തീരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ക്യാബിലാണ് വന്ന് ഇറങ്ങിയത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നൈസാട്ടോ. ഈ ക്യാബ് ഡ്രൈവർ എന്താ പറയുക പറഞ്ഞു, അതെ, സ്പ്ലിറ്റിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്പ്ലിറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു സ്പ്ലിറ്റൊക്കെ എന്ത്, ഓൾഡ് ടൗൺ, സ്പ്ലിറ്റിൽ ഓൾഡ് ടൗൺ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ ദുബ്രോണിക്ക് അങ്ങനെയല്ല, മുക്കിലും മൂലയിലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഇത് കണ്ടോ, ചുമ്മാ ഞങ്ങൾ നടന്നു പോകുമ്പോ കാണുന്ന ഇടവഴികളാണത്. അത്രയും ബ്യൂട്ടിഫുൾ അല്ലേ? അതെ. നാരങ്ങ കുഞ്ഞു. ഇത് ഓറഞ്ച് ആണോ? ഇത് ഓറഞ്ച്. ഇവിടെ വഴി കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും രണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിച്ച് പോകണം. നോക്കാം. ഇവിടെ വഴി കാണുന്ന ബിൽഡിങ്സ് വരെ ഭയങ്കര ഭംഗിയുണ്ട്. സൈഡിലൊക്കെ കണ്ട മതിലൊക്കെ കണ്ട ഒരു പഴയതുപോലത്തെ മതിലൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ താഴെയാണ് നമുക്ക് പോവേണ്ടത്. ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു സ്റ്റേഴ്സ് ഒക്കെ എടുത്ത് പോകണം എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. കുറച്ച് ദുർഘടം പിടിച്ച പാതയാണ്, സൂക്ഷിച്ചിറങ്ങണേ. പാസ് അറ്റ് യുവർ ഓൺ റിസ്ക്. ഇതാണ് അതിലോട്ടുള്ള പാത. വെള്ളം കണ്ട, നീല കളർ വെള്ളം. നമ്മളവിടെ ഒരു ഗേറ്റ് കണ്ടില്ലേ? ആ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് വന്നാൽ ഇത് ഇങ്ങനത്തെ ഒരു അടിപൊളി ബീച്ച് കാണാം. നല്ല നീല വെള്ളം. കുഞ്ഞാക്ക് അതിൽ കളിച്ചോണ്ട് എന്നെ നടക്കാം. എൻജോയ് ചെയ്താ? എൻജോയ് ചെയ്ത്. നീല വെള്ളം, നീലയോ പച്ച കളറാണ്. പച്ച വെള്ളം, ഇവിടെ പച്ച വെള്ളമാണ്. അടിപൊളിയായിരുന്നു അല്ലേ? ഇനി ഇതാ ഈ വന്ന മല മൊത്തം കയറണം. ദുർഘടം പിടിച്ച പാതയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലുമേ ലോക്കൽസ് വരുന്ന ബീച്ചാന്ന് തോന്നുന്നു. ഇതാണ് വഴി. ഞങ്ങൾ വരുമ്പോൾ ക്യാബ് ഡ്രൈവർ പറഞ്ഞത് എന്തോ അവിടെ നിന്ന് റോക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്, എപ്പോഴോ റോക്കൊക്കെ വീണിട്ടുണ്ടെന്നാണ്. അപ്പോൾ സൂക്ഷിക്കണം എന്നാണ്. ഇതാണ് നമ്മൾ ആദ്യം വന്ന സ്ഥലം. പക്ഷേ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇത് കൂടെ ഈ ഗേറ്റിൻ്റെ ഈ സൈഡ് കണ്ട, ഈ സൈഡ് കൂടെ അങ്ങോട്ട് പോകണം. അത് കുറച്ച് പാടാണ്, അഡ്വഞ്ചറസ് ആണ്. എന്നാലേ നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് എത്തുള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു, വെറുത്തായിരുന്നു അല്ലേ? അപ്പോൾ ഗായ്സ്, നമ്മുടെ മറ്റേ നീന്തലും ബീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ അതേ ഓൾഡ് ടൗണിലോട്ട് വന്നേക്കണേണ്. ഓൾഡ് ടൗൺ എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കിങ്സ് ലാൻഡിങ്. അതെ, കിങ്സ് ലാൻഡിങ്, ഗെയിം ഓഫ് ത്രോൺസിലെ കിങ്സ് ലാൻഡിങ്. എത്ര പേര് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗെയിം ഓഫ് ത്രോൺസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് ടൗൺ. പക്ഷേ രാത്രിയായി ഞങ്ങൾ എത്തിയപ്പോൾ, കാരണം അവിടുത്തെ ബീച്ചിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ. പക്ഷേ നാളെ നമ്മൾ എന്തായാലും വരും. നാളെ നമ്മൾ രാവിലെ വന്ന് ഇവിടുത്തെ സിറ്റി വാൾസും എന്താ പറയുക ഓൾഡ് ടൗണൊക്കെ നമ്മളെന്തായാലും ഒന്നുകൂടി നടന്ന് കാണും. ഇപ്പം ഞങ്ങൾ വന്നത് ബസ്സിലാണ്. ഇവിടെ ബസ്സിന് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് കാണുമല്ലോ. ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, അത് ഞാൻ ആപ്പ് ഏതാണെന്ന് നോക്കി പറയാം. അപ്പോൾ നമ്മളിവിടെ ദുബ്രോണിക് പാസ് എന്ന് പറഞ്ഞിട്ടൊരു പാസ് എടുത്തിട്ടുണ്ട്, ഒരു 1 ഡേ പാസ്.
ഇത് ബസ്സിൽ കാണിച്ചു കൊടുത്ത് ഫസ്റ്റ് നമ്മൾ എവിടെയാണോ ഇത് ചെയ്യുന്നത് അത് അപ്പോൾ ആക്ടിവേറ്റ് ആവും. പക്ഷേ ബസ്സിൽ മാത്രമല്ല, നമുക്കിത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തും പിന്നെ ഈ സിറ്റി വാൾസ് അങ്ങനെ കുറേ മ്യൂസിയംസ് ഇതൊക്കെ നമുക്കിത് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവാണ്. രണ്ടുപേരും കൂടി 80 യൂറോ ആയി ഒരു ദിവസത്തിന്, എന്ന് വെച്ചാൽ ഏകദേശം ഒരു 350 സ്ലോട്ടിയോളം. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഫോർട്ട്, മ്യൂസിയംസ്, സിറ്റി വാൾസ്, എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും അതെല്ലാം ഒരു ദിവസം 24 മണിക്കൂറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം നമുക്ക് എന്തായാലും ഓൾഡ് ടൗണിൻ്റെ ഉള്ളോട്ട് നടന്ന് കാണാം. ലാനിസ്റ്റേഴ്സൊക്കെ നടന്നു പോണ ആ ബ്രിഡ്ജില്ലേ, അതാണിത്. നാളെ പകല് വന്ന് അതെ കാണാം. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. സെർസി നടന്നു വന്ന വാക്ക് ഓഫ് ഷെയിം സ്റ്റെയേഴ്സ്. പക്ഷെ ഒടുക്കത്തെ ആൾക്കാരാണ്. നാളെ രാവിലെ വന്നാലേ കുറച്ചെങ്കിലും തിരക്കുണ്ടാവേണ്ടിട്ടുള്ളൂ. നമ്മളങ്ങനെ കുറേ നേരം ആ വാൾസ് അല്ലല്ലോ കിങ്സ് ലാൻഡിങ് അതിൻ്റെ അകത്ത് കറങ്ങിയിരുന്നിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇത് ഒരു തായ് ഫുഡാണെന്ന് തോന്നുന്നു. ഏഷ്യൻ ഫുഡാണ്. കാരണം ഇവിടെ ബാക്കിയല്ല സ്ഥിരം ഈ പാസ്ത, ബർഗേഴ്സ്, പിസ്സ ഇവിടെ അതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ എന്താണ് മറ്റേ നമ്മുടെ സെയിലർ പറഞ്ഞത് ഇവിടെ ഇറ്റാലിയൻസ് വന്ന് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് വന്ന് ഭരിച്ചത് കാരണം ഇവരിട്ട് ഇറ്റാലിയൻ ഫുഡിലേക്ക് എത്തിയില്ല. ഫുഡിന്റെ കാര്യത്തിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഇവരുടെ ഫുഡ്. പിന്നെ സീ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ സീ ഫുഡ് ഉണ്ട്, പക്ഷെ നമ്മൾ സീ ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി ഭയങ്കര വിശപ്പുണ്ട്. ഇന്ന് രാത്രി ആയത് കാരണം നമ്മൾ വാൾസിൻ്റെ അകത്തോട്ടൊക്കെ കയറിയപ്പോഴത്തേക്കും രാത്രിയായല്ലോ. അത് കാരണം എന്താണ് അതിൻ്റെ ഭംഗി മൊത്തത്തിൽ അങ്ങോട്ട് നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇപ്പോൾ രാത്രി കയറിയത് കാരണം ഹാരി പോട്ടർ മൂടുപോലെയായി പോയി. കാരണം നമ്മൾ പകല് അതെന്താന്ന് കണ്ടിട്ടില്ല. കാരണം പകല് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല. സോ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ രാത്രി ലൈറ്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു അനുഭൂതിയാണ് കിട്ടിയത്. എന്തായാലും നാളെ രാവിലെ വന്ന് നമുക്ക് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അതിന്റെ ഭംഗിയൊക്കെ കാണാം. അതെ, ഇന്നിപ്പോ ലൈറ്റ് ഒക്കെ ഇല്ലാത്തതുകൊണ്ടിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മറ്റേ ഇതൊക്കെ കണ്ടു, അതായത് മറ്റേ സെർസീൻ്റെ അതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ക്ലാരിറ്റി കുറവാണ്. അതെ, നിറച്ചു ആൾക്കാരാണ്. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ട്